സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടിയാലും സഹിക്കാൻ പറ്റൂല സഹോദരങ്ങളെ. മനുഷ്യന്റെ പ്രകൃതം പൊതുവെ അങ്ങനെയാണ്. കുടിക്കാൻ അല്ലാഹു തആല കൊടുക്കുന്നത് ഈ രണ്ട് ജലമാണ്. സുബ്ഹാനല്ലാഹ്. നരകക്കാർക്ക് സ്വർഗത്തിൽ ഒരു ആസ്വാദനവും ഇല്ല. തണുത്ത കാറ്റുണ്ടോ? ഇല്ല. തണലുണ്ടോ? ഇല്ല. ഉറക്കമുണ്ടോ? ഇല്ല. ഒന്നും ഇല്ല. ഇതിനെ സംബന്ധിച്ചാണ് ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. നരകത്തിൽ ഉറക്കം ഇല്ല എന്ന് പറഞ്ഞപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ ഹൽ ഫിൽ ജന്നത്തി നൗം, സ്വർഗത്തിൽ ഉറക്കമുണ്ടോ? ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സുഖല്ലേ? വർണ്ണിക്കാൻ കഴിയോ? ഇല്ല. മൈക്ക് എന്ന ആർക്കും വർണ്ണിക്കാൻ കഴിയാത്തൊരു സുഖമാണ് ഉറക്കം. എങ്ങനെ വർണ്ണിക്കത്? അത് വല്ലാത്തൊരു സുഖല്ലേ ഉറക്കം. അത് സ്വർഗത്തിലില്ലേന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു സ്വർഗത്തിലും ഉറക്കം ഇല്ല. എന്താ തങ്ങൾ അതിന് കാരണം പറഞ്ഞത്? അന്നൗമു അഹുൽ മൗത്ത്. ഉറക്കം എന്ന് പറയുന്നത് മരണത്തിന്റെ സഹോദരനാണ് അല്ലെ? ചില ആൾക്കാർ മരിച്ച് ഉറങ്ങിയാൽ എന്താ അവരെ പറ്റി പറയാ? എന്താ ആൾക്കാർ സാധാരണ പറയാ? ചത്തുറങ്ങുന്നു എന്നാ പറയാം. എന്ന് പറഞ്ഞാൽ അവന്റെ ആ ബോഡിയല്ല, അവൻ ഉറങ്ങുന്ന കട്ടിലല്ല, അവന്റെ ഉറങ്ങുന്ന റൂം അടക്കം കൊണ്ടുപോയാലും അവനറിയില്ല. അങ്ങനത്തെ ചില ഉറക്കമുണ്ട്. ഉറങ്ങിയാൽ പിന്നെ ഒരു ഹാലും അറിയില്ല, മരിച്ചതുപോലെയാണ്. മരണത്തിന്റെ ഒരു സാമ്യത ഉറക്കത്തിലുണ്ട്. മരണം സ്വർഗത്തിലില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പൊ മരണത്തിന്റെ സഹോദരനായ ഉറക്കമില്ല. ഉറക്കത്തെയും അല്ലാഹു തആല മാറ്റിവെച്ചു. ഉറക്കം ഇല്ലാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് അതവിടെ ഇല്ല. അതിനനുസരിച്ചുള്ള മറ്റു സുഖങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. നരകത്തിലെന്തേ ഉറക്കം കൊടുക്കാത്തത്? സുഖത്തിന്റെ ചെറിയൊരു ഭാഗം അതിലുണ്ട്, അതവിടെ ഇല്ല. അതുകൊണ്ടാണ് അവിടെ കൊടുക്കാതിരുന്നത്. മരണത്തിന്റെ ചെറിയൊരു ഭാഗം ഉറക്കത്തിലുണ്ട്, അതുകൊണ്ടാ സ്വർഗത്തിൽ കൊടുക്കാതിരുന്നത്. രണ്ട് ലോകത്തും ഉറക്കം ഇല്ല. വിശ്രമം ഉണ്ടോ? വിശ്രമം ഉണ്ട്. ക്ഷീണിച്ചിട്ടില്ല വിശ്രമം അല്ല സ്വർഗത്തിലുള്ളത്, ആസ്വാദനത്തിന്റെ വിശ്രമമാണ്. അതതിന്റെ ഭാഗം വരുമ്പോ പറയാ ലാ യദൂഖൂന ഫീഹാ ബർദൻ ഇല്ലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ. ഗസ്സാഖ് എന്ന് പറയുന്ന കടുത്ത തണുപ്പുള്ള ജലം. മാ യസീലു മിൻ അയുനി അഹ്ലിൻ നാരി വജുലൂദിഹിം മിനസ് സ്വദീദി വൽഖൈഹി വൽഅർഖി വസായിരി റുതൂബാത്തിൽ മുസ്തഖ്ദറ. നരകക്കാരുടെ കക്ഷഭാഗത്തു നിന്നും നരകക്കാരുടെ ഗുഹ്യഭാഗത്തു നിന്നും നരകക്കാരുടെ ശരീരത്തിന്റെ അസ്പൃശ്യതകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ജലമാണത്. തണുത്ത ജലവും ചൂടുള്ള ജലവും അതാണ്. സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ സംവിധാനിച്ചിരിക്കുന്നത്. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ ജസാഅൻ വിഫാഖാ. ഈ പ്രതിഫലത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് ജസാഅൻ വിഫാഖൻ, ഫിറ്റായ നിലക്കുള്ള ഒരു പ്രതിഫലമാണ്. യോജിച്ച ജസാ ആണ് അല്ലാഹു തആല കൊടുത്തത്. ദുനിയാവിൽ അല്ലാഹു തആലാനെ വിശ്വസിക്കാതെ അനുസരിക്കാതെ നല്ല സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ ആർഭാദത്തോടുകൂടെ ജീവിച്ചപ്പോ ആഖിറത്തിൽ അല്ലാഹു തആല ദുനിയാവിലെ ഏറ്റവും വലിയ ദമ്പിന് ഏറ്റവും വലിയ ശിക്ഷയാണ് അല്ലാഹു കൊടുത്തത്. ദുനിയാവിൽ ഏറ്റവും വലിയ പാപം ഏതാണ്? അതേ സഹോദരങ്ങളെ, അവിശ്വാസമാണ്. അവിശ്വാസമാണ്, കുഫ്രിയത്താണ് ഏറ്റവും വലിയ ദമ്പ്. അതിന് കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷയാണ് ജഹന്നം. അപ്പൊ ഏറ്റവും വലിയ ദോഷത്തിന് ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തു. ജസാഅൻ വിഫാഖാ. രണ്ടും യോജിപ്പുള്ളതാണ്, യോജിപ്പുള്ള പ്രതിഫലമാണ് കൊടുത്തത്. എന്തേ നരകക്കാർക്ക് ഇങ്ങനെ കൊടുക്കാൻ കാരണം? ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. അവർക്ക് വിചാരണയിൽ വിശ്വാസമില്ല, വിചാരണയെ പറ്റിയുള്ള പേടിയും ഇല്ല. തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ മനസ്ഥിതിയും അങ്ങനെയാണ്, ദോഷങ്ങൾ ചെയ്യുന്നവരെ മനസ്ഥിതിയും അങ്ങനെയാണ്. എന്ത്
എന്ത് വിചാരണ എന്നാണ് അവരെ മനസ്സിലുള്ളത്? ദുനിയാവിൽ തന്നെ നോക്ക്, നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തതിന്റെ പേരില് പിടിക്കപ്പെടുന്നു എന്ന സാഹചര്യം വരുമ്പോ കണ്ടില്ലേ നിങ്ങൾ ആളുകൾ അബോധാവസ്ഥയിലാകുന്നത്? അതുകൊണ്ടല്ലേ കുറ്റവാളികളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കൊണ്ടുപോകുന്നത്? ശരീരത്തിൽ അതാ ചൂടിന്റെ അംശം കൂടി, ബോധക്കേട് സംഭവിച്ചു, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, സംസാരം നിലച്ചുപോയി, പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. വിചാരണയും ശിക്ഷയും ഉറപ്പായി എന്ന് കണ്ടപ്പോ മനുഷ്യന്റെ ഭാവമൊക്കെ മാറിയില്ലേ? ആഖിറത്തെ പറ്റിയാണ് ആ ബോധമുണ്ടാകേണ്ടത്. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. വിശ്വസിക്കാത്തവർക്കും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവർക്കും ആഖിറത്തിന്റെ വിചാരണയെ പറ്റിയൊരു ബോധമില്ല, അവർക്കത് പേടിയില്ല. വകദ്ദബൂ ബിആയാതിനാ കിദ്ദാബാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും നമ്മുടെ അധ്യാപനങ്ങളെയും പാടക്കളവാക്കി നടന്നു, നിഷേധിച്ചു നടന്നു. നിഷേധിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ദുനിയാവിൽ അല്ലാഹു തആല കൊടുത്ത സുഖസൗകര്യങ്ങളാകും. സുഖസൗകര്യങ്ങൾ അല്ല കൊടുത്തത് ഒരൊറ്റ മനുഷ്യനെയും അംഗീകരിച്ചു എന്നതിന്റെ അടയാളം അല്ല. പരീക്ഷണത്തിനാണ് അല്ലാഹു തആല സുഖസൗകര്യങ്ങൾ നൽകുന്നത്. അനുസരിക്കുന്നവർക്കും അങ്ങനെയാണ്, അനുസരിക്കാത്തവർക്കും അങ്ങനെയാണ്. പക്ഷെ അനുസരിക്കുന്ന ആളുകൾ പരീക്ഷണത്തിൽ തോൽക്കൂല, അനുസരിക്കാത്ത ആളുകൾ പരീക്ഷണത്തിൽ തോറ്റുപോകും. സുഖസൗകര്യങ്ങളൊക്കെ കിട്ടുമ്പോ അങ്ങനെയാ വിചാരിക്കുക, ഇനി എന്ത് ചിന്തിക്കാനാ, അടിച്ചു പൊളിച്ച് ജീവിക്കാന്നല്ലാതെ എന്ത് നിയമം, എന്ത് ഹറാമ്, എന്ത് പാടില്ലാന്ന്, എന്ത് തെറ്റാണ്, അങ്ങനൊന്നുമില്ല. അപ്പൊ അവരെ മനസ്സിൽ തന്നെ തോന്നും, എന്ത് നിസ്കാരം, എന്ത് നോമ്പ്, എന്ത് നിയമം, അങ്ങനൊന്നുമില്ല. ഇനി കളവാക്കിയിട്ട് ഒക്കെ അങ്ങനെ നിഷേധിച്ച് ജീവിച്ചു എന്നുള്ള വിഷയം മുന്നിൽ അവനോട് പറയുമ്പോ മനുഷ്യൻ നിഷേധിക്കുമ്പോ അല്ലാഹു തആല മുന്നോട്ട് വെച്ചു കൊടുക്കുന്നത് അവന്റെ ജീവിതത്തിന്റെ ഡയറിയാണ്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ. ഒക്കെ നമ്മൾ എഴുതി കണക്കാക്കിയിട്ടുണ്ട്, എല്ലാം നമ്മൾ മലക്കുകളെ ഏൽപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ. എല്ലാ കാര്യങ്ങളും അതേ വളരെ വളരെ കറക്റ്റായി, ഒന്നും വിട്ടുപോകാതെ, ഒരു ചെറിയ ഭാഗം പോലും ഒഴിവായി പോകാതെ കറക്റ്റായി രേഖപ്പെടുത്തിയ ജീവിതരേഖ മുന്നോട്ട് കാണിക്കുമ്പോ, ദുനിയാവിൽ ചില തെളിവുകളൊക്കെ കാണിക്കുമ്പോ മൗനം കൊണ്ട് മനുഷ്യൻ മിണ്ടാട്ടം നിലച്ചു പോകുന്നത് പോലെ, പേടി കൊണ്ട് മനുഷ്യൻ മിണ്ടാതായി പോകുന്നത് പോലെ അവിടെയും മനുഷ്യൻ കുറ്റം സമ്മതിക്കും. ഞാൻ ചെയ്തതാണ്, ഞാൻ പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ നടന്നതാണ്. അല്ലാഹു തആല പിന്നെ കൊടുക്കുന്നത് എന്താണ്? അവരോട് പറയും, ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ. അങ്ങനെ നടന്നു അല്ലേ, സൗകര്യങ്ങളും തന്നിട്ട് എല്ലാം വലിച്ചെറിഞ്ഞ് സുഖിച്ചുവല്ലേ, എന്നാ ആഖിറത്തിൽ നല്ല ശിക്ഷ രുചിച്ചോളൂ. ഇനി അധികരിച്ച് സുഖമല്ല ഇവിടെ തരുന്നത്. ഫലൻ നസീദകും ഇല്ലാ അദാബാ. ശിക്ഷയെ കൂടുതലാക്കി തരുന്നു. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും നരകക്കാരെ പറ്റി പറയുമ്പോ ഏറ്റവും കടുപ്പമുള്ള ആയത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോ മഹാന്മാരായ ആളുകളൊക്കെ എണ്ണിപ്പറഞ്ഞു. ബഹുമാനപ്പെട്ട അബൂബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളോട് ഞാൻ ചോദിച്ചു, അൻ അശദ്ദി ആയത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും ഗൗരവമുള്ള ആയത്തേതാണ് നബിയെ? തങ്ങൾ ഓതിത്തന്ന ആയത്ത് ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ. നരകക്കാരോട് നാളെ പറയുന്നൊരു പറച്ചിലുണ്ട്, നന്നായി രുചിച്ചോളൂ, നന്നായി സുഖിച്ചോളൂ. ദുനിയാവിൽ വേണ്ടാത്ത സുഖങ്ങളൊക്കെ നല്ലോണം വാരിക്കൂട്ടിയില്ലേ, അതിന്റെ ശിക്ഷയായിട്ട് ഇവിടെ തരുന്നത് കടുത്ത ചീഞ്ചലമാണ്, സഹിക്കാൻ കഴിയാത്ത തണുപ്പുള്ള ജലമാണ്. അതേ പാമ്പിന്റെയും തേളിന്റെയും എന്തെല്ലാം ശല്യപ്പെടുത്തുന്ന ജീവികളുണ്ടോ എല്ലാറ്റിന്റെയും പരാക്രമണങ്ങളാണ് തരാൻ പോകുന്നത്. ഒക്കെ നല്ലോണം രുചിച്ചോളൂ, സുഖിച്ചോളൂ. ഫലൻ നസീദകും ഇല്ലാ അദാബാ. അദാബല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് കൂടുതലാക്കാനില്ല. ശിക്ഷ ഒരാൾ വേണ്ട വിധം ശരീരത്തിലേക്ക് അങ്ങോട്ട് സ്വീകരിക്കാൻ നിർബന്ധിതനായിട്ട് ശിക്ഷ കൊണ്ട് അവന്റെ ശരീരം എല്ലും തോലുമായി മാറിയാലോ
ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, വേറെ ബോഡി നമ്മൾ പകരമാക്കി കൊടുക്കും, വേറെ അസ്ഥി കൊടുക്കും, വേറെ ശരീരം കൊടുക്കും, നല്ല കട്ടിയും കനവും ഉള്ള ശരീരം കൊടുക്കും. എന്നിട്ട് അല്ലാഹു തആല ശിക്ഷക്ക് വീണ്ടും ഊക്ക് കൊടുക്കും. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്.